ഡോക്ടർ തോമസ് ഐസക്, ഇന്നത്തെ ബജറ്റിന്റെ സ്വഭാവത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് താങ്കളോടുള്ള ആദ്യ ചോദ്യം. ഇന്ന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റ് ആയതുകൊണ്ട് ഇടക്കാല ബജറ്റും അത്തരം പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ 3-4 തവണ. അപ്പോൾ അത്തരം ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ എന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. വലിയ പ്രഖ്യാപനങ്ങൾ വേണ്ടാത്ത രീതിയിലേക്ക്, ഒരു ആത്മവിശ്വാസത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തി എന്നതിന്റെ സൂചനയായിട്ടാണോ ഈ ബജറ്റിനെ താങ്കൾ കാണുന്നത്? അങ്ങനെയും വേണമെങ്കിൽ വായിക്കാം, മറിച്ചും വേണമെങ്കിൽ വായിക്കാം. മറിച്ചുള്ള വായന എന്താ? ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം യഥാർത്ഥത്തിൽ റെക്കോർഡാണ്. ഇപ്പോൾ $600 ബില്യൺ. പക്ഷേ അതിൽ നല്ലൊരു പങ്ക് പോർട്ട്ഫോളിയോ ക്യാപിറ്റലാണ്. എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാമെന്നുള്ളതാണ്. അതിൻ്റെ തുക 200 ബില്യൺ വരും. പക്ഷെ അത് ഷെയറിലും മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇപ്പോൾ 600 ബില്യൺ ഉണ്ടാവും. ഈ പുലിപ്പുറത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ തന്നെ 5.8% കമ്മി ഇനിയും വർദ്ധിക്കുന്നൊരു നില വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വേണമെങ്കിൽ പാരം പിടിക്കാം. അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ഒരു യാഥാസ്ഥിക ബഡ്ജറ്റ് അവതരിപ്പിച്ചേ പറ്റൂ. അതിലും വലിയ അപകടമായിരിക്കും ഈ റേറ്റിംഗ് ഏജൻസികളൊക്കെ പിണക്കുന്നു എന്നും വായിക്കാം. അത് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ചായിരിക്കും ഈ വായന. ഞാൻ രണ്ടാമത്തെ പക്ഷക്കാരനാണ്. യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് ഇന്നത്തെ രാഷ്ട്രം നേരിടുന്ന മാക്രോ എക്കണോമിക് ചാലഞ്ചസിനെ അഭിമുഖീകരിക്കുന്നേയില്ല. ഏറ്റവും വലിയ ചലഞ്ച് എന്താ? 7.3% വളർച്ചയുണ്ടെന്നൊക്കെ വമ്പ് പറഞ്ഞാലും ആ കണക്കുകളുടെ വരിക്കിടയിലൂടെ വായിച്ചിട്ടുണ്ടെങ്കിൽ കാണാവുന്ന കാര്യം കൃഷി 1.8% വളർന്നിട്ടുള്ളൂ. വ്യവസായം 4-5% മാത്രമാണ്. വളർച്ചയുണ്ടായിട്ടുള്ള സേവന മേഖലയും മാത്രമാണ്. ഇതിൻ്റെ ഫലമായിട്ട് ഭൂരിപക്ഷം ആളുകളുടെ വാങ്ങൽ കഴിവിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. രാജ്യത്തെ മൊത്തം ചെലവിൽ പ്രൈവറ്റ് കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിൻ്റെ ശതമാനം അപൂർവമായിട്ട് ഇടിയാറുള്ളൂ. അത് സംഭവിച്ചിരിക്കുക. ഡിമാൻഡില്ല, ഉപഭോക്തൃ വസ്തുക്കൾ വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്ര വരുന്നില്ല. അതിനെ മറികടക്കുന്ന സർക്കാരിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടാണ്. പക്ഷെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അത് മുരടിച്ചിരിക്കുകയാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ ഇന്ത്യ കൂടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു ബഡ്ജറ്റും പ്രതികരിക്കേണ്ടത് ചെലവ് വർദ്ധിപ്പിച്ചുകൊണ്ടുമാണ്. എന്നാൽ ഈ ബഡ്ജറ്റ് നേർവിപരീതവും. കഴിഞ്ഞ വർഷത്തെ സർക്കാരിൻ്റെ ചെലവ് ദേശീയ വരുമാനത്തിൻ്റെ 15.1% വരുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ 14.6%. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ എക്കണോമിക് വെല്ലുവിളിയെ അഭിമുഖീകരിക്കുന്നേ. ഡോക്ടർ തോമസ് ഐസക്, മാക്രോ എക്കണോമിക് ചലഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ 5.8% ധനക്കമ്മിയിൽ നിന്ന് 5.1% ധനക്കമ്മിയിലേക്ക് നമ്മൾ മാറും എന്ന പ്രതീക്ഷയാണ് ബഡ്ജറ്റ് മുന്നിൽ വയ്ക്കുന്നത്. പക്ഷേ അപ്പോഴും 4.5% എന്ന സർക്കാരിൻ്റെ പ്രായോഗികമായിട്ടുള്ള സ്വപ്നത്തിലേക്ക് 3% നമ്മൾ വിട്ടു. അത് സൈദ്ധാന്തികമായ വിദൂര സ്വപ്നമാണ്. അപ്പോൾ ഈ 4.5%-ലേക്ക് 2 വർഷം കഴിഞ്ഞെത്തും. പക്ഷേ അതിന് വളരെയധികം ശ്രമകരമായ ഫിസിക്കൽ ഡിസിപ്ലിൻ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അതിനിടയിലും 1,11,111 കോടി രൂപ മൂലധന ചെലവിന് നീക്കിവെക്കുന്നുണ്ട് ഈ സർക്കാർ. 11%-ലധികമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടിയിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു, ധനക്കമ്മി വലിയ രീതിയിൽ കുറയാതെ തന്നെ എന്നുള്ളത് ഈ സർക്കാർ എടുക്കുന്ന ഒരു റിസ്ക് അല്ലേ? അതൊരു ബോൾഡായ ഒരു സ്റ്റെപ്പായിട്ട് കാണാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. മോഡിയുടെ എല്ലാ ബഡ്ജറ്റുകളുടെയും സമീപനം തന്നെയായിരുന്നു. ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുക എന്നുള്ളൊരു സമീപനമേ ഇല്ല. കോവിഡ് കാലത്ത് പോലും ഈ യാഥാസ്ഥിക സമീപനമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ ഇൻസെൻറ്റീവ്സ്
കോർപ്പറേറ്റ് ടാക്സിലെ ഇളവ്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഇങ്ങനെയൊക്കെ നൽകിയിട്ടും ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങ് ഉയരുന്നില്ല. നിർമ്മലാ സീതാരാമൻ തന്നെ ഒരു യോഗത്തിൽ സഹി കെട്ടി ചോദിച്ചു, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്തിന്? നിങ്ങൾ ആക്റ്റീവ് ചെയ്യാൻ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അവിടെ ഇൻവെസ്റ്ററിന് മുന്നിലുള്ള പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള മാർക്കറ്റില്ലെന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ മോഡി കാണുന്ന എസ്കേപ്പ് റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗണ്യമായിട്ട് ഉയർത്താം. അതിന് ഫിസ്ക്കൽ ഡെഫിസിറ്റും വലിയൊരു ഉപയോഗപ്പെടുത്തുന്നു. പക്ഷെ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോദ്യം ഇതല്ല. കേന്ദ്രമായാലും സംസ്ഥാനമായാലും നിയമം ഒന്ന് തന്നെയാണ് കേട്ടോ. 3% വായ്പ എടുക്കാൻ പാടില്ല ദേശീയ വരുമാനത്തിൻ്റെ. കഴിഞ്ഞ വർഷം 5.8, ഈ വർഷം 5.3. എന്താ? കേന്ദ്രത്തിന് നിയമമൊന്നും ബാധകമല്ലേ? സംസ്ഥാനത്തോട് എടുക്കുന്ന നിലപാടെന്താ? ഈ വർഷം 2% വരത്തുള്ളൂ ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പണ്ട് 3%-ത്തേക്കാൾ കൂടുതൽ എടുത്തെന്ന് പറഞ്ഞ് ആ വർദ്ധിച്ച തുക മുഴുവൻ ഈ വർഷം വെട്ടിക്കുറയ്ക്കുക. അതല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഇരട്ടത്തപ്പ് കേരള സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ കുരുക്കിലാക്കാനുള്ള ശ്രമം, അത് കള്ളി നീക്കി മറ നീക്കി അത് പുറത്തു വന്നിരിക്കുക. 5.8 നിന്ന് 5.1 എന്ന് പറയുമ്പോൾ നിയമവിരുദ്ധമല്ലേ ചെയ്യുന്നത്? അല്ല, അതിന് സാവകാശം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഈ കേരളത്തോടുക്കുന്ന നിലപാടിന് വല്ല സാങ്കത്യമുണ്ടോ? വരുമാനം നോക്ക്. കേന്ദ്രത്തിന് 1 രൂപ വരുമാനം കിട്ടുമ്പോ ഇരട്ടത്താപ്പ് You are watching Reporter Evening Show.